സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയൊരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിപ്പോൾ പ്രഖ്യാപിച്ചതിനൊപ്പം ബദൽ പാത മുന്നോട്ട് വെച്ച ഈ ശ്രീധരനെ പരിഹസിച്ച മുഖ്യമന്ത്രി. ശ്രീധരൻ പറഞ്ഞത് കേട്ട് ദില്ലിക്ക് പോയപ്പോൾ കേന്ദ്രമന്ത്രിയുടെ മനസ്സിൽ പോലും പദ്ധതിയെക്കുറിച്ച് അറിവില്ലെന്നായിരുന്നു പരിഹാസം. പിന്നല്ല ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്ക സഖാവേ, ഈ പുള്ളിക്ക് എന്തറിയാം? ഒരു കൊങ്കമ്പാത ഉണ്ടാക്കിയാണ് ഇത്ര വലിയ കാര്യം? അതോ മെട്രോമാൻ എന്നുള്ള പേരോ? അതോ ഡൽഹി മെട്രോ ഉണ്ടാക്കിയതോ? ഓരെങ്ങനെ ചുമ്മാ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക സഖാവേ. പണ്ട് ശ്രീധരൻ കുറെ പ്രൊപ്പോസൽ വന്നു ഇവിടെ എറണാകുളത്ത് ഒരു 3 പാലം ഉണ്ടാക്കാനായിട്ട്. ഒന്ന് വൈറ്റില പാലം, ഒന്ന് ലുലുവിന്റെ അടുത്ത് എടപ്പള്ളി പാലം, ഒന്ന് പാലാരട്ടം പാലം. പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയൊക്കെ കഥകളൊക്കെ അന്ന് പറഞ്ഞതിനെതിരെ അന്നത്തെ സർക്കാരും അന്നത്തെ പ്രതിപക്ഷവും ഇപ്പൊ ഭരിക്കുന്ന സർക്കാരും ഈ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ അങ്ങോട്ട് വെട്ടി കൊടുത്ത പ്രപ്പോസൽ വെട്ടി. എന്നിട്ട് 3 പാലം ഉണ്ടാക്കി വെച്ച് ഇപ്പൊ പാലം കാരണം ബ്ലോക്കാണ്. പാലം കാരണം യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എന്തിനുണ്ടാക്കിയ പാലം ഒന്നും ആർക്കും അറിയില്ല. അതുപോലെ ആവാതിരുന്നാൽ മതി RRTയും BRTയും BTSും സ്കൈ ട്രെയിനും പരിപാടിയൊക്കെ. രക്ഷപ്പെടൂല, ഒരിക്കലും രക്ഷപ്പെടൂല. മലയാളികളുടെ കാര്യം പോക്കാണ്.